ആവർത്തന പുസ്തകം മോവാബ് സമതലത്തിൽ വെച്ച് മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്ന 3 പ്രസംഗങ്ങളാണ്. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ മോശ തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഒരുപക്ഷെങ്കിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓർമ്മ എന്ന വാക്കാണ്. നിങ്ങൾ ഓർക്കണം, ഓർക്കണം, ഓർക്കണം. ഇത് ആവർത്തിച്ചാവർത്തിച്ച് മോശ തന്റെ ജനത്തോട് പറയുകയാണ്. അഭിവന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ മോശ തന്റെ ജനത്തോട് പറയുന്നത് മോശയ്ക്ക് പറയാനുള്ള കാര്യങ്ങളല്ല. എന്താണോ തന്റെ ജനം ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആ കാര്യം തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് മോശ. ഓർമ്മ എന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ്. നമുക്കൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, മറക്കേണ്ടതെല്ലാമാണ് നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്നത്. ഓർക്കേണ്ടതെല്ലാം മറക്കുകയും മറക്കേണ്ടതെല്ലാം ഓർക്കുകയും ചെയ്യും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഓർക്കേണ്ടത് ഓർക്കുകയും മറക്കേണ്ടത് മറക്കുകയും ചെയ്യും. ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ എന്താന്ന് അറിഞ്ഞുകൂടാ, പഴയതുപോലെ ഓർമ്മയില്ല. അപ്പം ഞാൻ പറയും, എങ്കിൽ എനിക്കൊരു 10,000 രൂപ കടം താ, നമുക്കറിയാമല്ലോ ഓർമ്മയുണ്ടോ. ചുമ്മാ പറയുന്ന ഓർമ്മയില്ലെന്ന്. വേണ്ടാത്തത് മുഴുവൻ ഓർത്തു വെച്ചിട്ടുണ്ട്, വേണ്ടതൊന്നും. അതുകൊണ്ട് ഈ ഓർമ്മയില്ലെന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ഓർമ്മയുള്ളത് മുഴുവൻ മറക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പുതിയ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവം പാലും തേനും ഒഴുകുന്ന ദേശം നൽകി അവിടെ ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്റെ ജനം ഓർക്കേണ്ടത്? ഇതാണ് മോശ ദൈവത്തിനു വേണ്ടി തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന്. ടു ലീവ്, ടു മൾട്ടിപ്ലൈ ആൻഡ് ടു പൊസസ്. നിങ്ങൾ ജീവിച്ചിരിക്കണം. ഈ ജീവിച്ചിരിക്കുക എന്നതിന് ജീവൻ ഉണ്ടായിരിക്കുക എന്നതല്ല അതിന്റെ അർത്ഥം. ജീവനുള്ളവരെല്ലാം ജീവിക്കുന്നില്ല. മലയാളത്തിൽ തന്നെ ഒരു പറച്ചിലുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയും. അതുകൊണ്ട് ജീവനുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുന്നു എന്ന് കരുതരുത്. ഒത്തിരി പേരും താമസിക്കുകയാണ്, ജീവിക്കുകയല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കണം. മോശ തന്റെ ജനത്തോട് പറയുകയാണ്. സ്വാഭാവികമായും 430 സംവത്സരം അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു ജനം, അവരുടെ ആത്മാഭിമാനം, അവർക്ക് അവരോട് തന്നെയുള്ള ഒരു സ്നേഹം എല്ലാം നഷ്ടപ്പെട്ട് ജീവച്ഛവങ്ങളായ കുറെ മനുഷ്യരാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ദൈവം വാഗ്ദത്ത നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രയും പെട്ടെന്ന് അവരെ അവിടെ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്.
നമുക്കറിയാം, നമ്മൾ രോഗിയായ ഒരാളുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീയുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ് ശ്രമിക്കുക. വഴിയിൽ വെറുതെ സമയം നമ്മൾ പാഴാക്കില്ല. ഇതൊരു സാമാന്യ ബുദ്ധിയാണ്. എന്നാൽ ദൈവം ഇവിടെ ചെയ്യുന്നത്, ഇസ്രയേലിൽ നിന്നും മിസ്രയേമിൽ നിന്നും കനാൻ നാട്ടിലേക്കുള്ള ദൂരം നടന്ന് തീർത്താൽ 1 വർഷം കൊണ്ട് എത്താം. എന്നാൽ 1 വർഷം കൊണ്ട് എത്തേണ്ട ദൂരം ദൈവം നടത്തി തീർക്കുന്നത് 40 വർഷം കൊണ്ടാണ്. എത്രയും പെട്ടെന്ന് കനാൻ നാട്ടിൽ എത്തിക്കേണ്ട ഒരു വലിയ പുരുഷാരത്തെ ദൈവം എന്തിനാണ് ഇങ്ങനെ മനഃപൂർവം വൈകിപ്പിക്കുന്നത്? 1 കൊല്ലം ദൂരമുള്ള ഒരു സ്ഥലം 2 കൊല്ലമോ 10 കൊല്ലമോ എടുത്താൽ മനസ്സിലാക്കാം. പക്ഷേ 40 വർഷം ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു പ്രവൃത്തിയല്ല, ഒരു തരത്തിലും വിശദീകരിക്കാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ 1 കൊല്ലം കൊണ്ട് നടന്നു തീർക്കേണ്ട ദൂരം 40 കൊല്ലം കൊണ്ട് ദൈവം നടത്തി തീർക്കുന്നതിന് കൃത്യമായ ഒരു ഉദ്ദേശ്യമുണ്ട്. എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശ്യമെന്ന് ദൈവം തന്റെ ജനത്തോട് മോശ മുഖാന്തരം വിശദീകരിക്കുകയാണ്. അവിടെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്തിനാണ് ദൈവം മരുഭൂമിയിലൂടെ തന്റെ ജനത്തെ 40 വർഷം നടത്തിയത്? അതിനൊരു കാരണം വേദപുസ്തകം നമ്മോട് പറയുന്നു. ഒന്ന്, നിങ്ങളെ താഴ്ത്തുവാൻ, ടു മേക്ക് യു ഹംബിൾ. അതൊരു വല്ലാത്ത താഴ്ത്ത. 430 കൊല്ലം അടിമയായി കഴിഞ്ഞ ജനങ്ങൾ ഇനി ഇതിൽ കൂടുതൽ എന്തോ താഴാനാ? തകർന്നിരിക്കുന്ന ജനമാണ്, ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണവർ. അടികൊണ്ടും അപമാനമേറ്റും ചാട്ടവാറടി കൊണ്ടും നിന്നയേറ്റും 430 കൊല്ലം ജീവിച്ച ജനത്തെക്കുറിച്ച് ദൈവം പറയുക, നിങ്ങളെ 40 കൊല്ലം നടത്തിച്ചത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ താഴ്ത്താനാ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കൂടുതൽ എന്ത് താഴാനാ? നമ്മൾ പറയും ചവിട്ടിക്കോ, പക്ഷെ ഭൂമിയോളം ചവിട്ടി താഴ്ത്തരുത്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തെ താഴ്ത്താൻ ആഗ്രഹിക്കുന്നത്? അവരഹങ്കാരികളായതുകൊണ്ടാണോ? അവർക്ക് താഴ്മയില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കാം? ഇവിടെയാണ് ദൈവത്തെ നാം ശരിയായി അറിയേണ്ടത്. 2 തരത്തിലുള്ള താഴ്മയുണ്ട്. ഒന്ന്, അപകർഷതാബോധം കൊണ്ടുള്ള താഴ്മയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പള്ളിയിലൊക്കെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലരെത്ര പറഞ്ഞാലും മുന്നോട്ട് വരത്തില്ല, അവർ പിറകിലിരിക്കും. അത് വിനയം കൊണ്ടാണോ നാണം കൊണ്ടാണോ? നമ്മുടെ കാര്യം വിനയം കൊണ്ടാണ്. അതിന് വിനയമെന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചുപേര് നിൽക്കുന്ന സമയത്ത് അവരെ മുൻപിൽ വരത്തില്ല, പിറകിൽ എവിടെങ്കിലും നിൽക്കും. അതിന് വിനയമെന്നല്ല പറയുന്നത്. നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്നവർ,
അവർ എത്ര വിളിച്ചാലും അവർ അരങ്ങത്തേക്ക് വരത്തില്ല. അവർ വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെങ്കിലും കാണും. അത് വിനയമല്ല. ചിലരെപ്പോഴും ഇങ്ങനെ തല കുനിച്ചിരിക്കും. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ല. മുൻപോട്ട് വരാത്തതും എപ്പോഴും പിറകിലിരിക്കുന്നതും ആളുകൾ കൂടി വരുമ്പോൾ അരങ്ങത്തു വരാതെ മാറി നിൽക്കുന്നതും വിനയം കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവരെല്ലാം വിനയത്തിന്റെ യൂണിവേഴ്സിറ്റി പഠിച്ചവരാണെന്ന് ധരിക്കണ്ട. അപകർഷതാബോധവും ആത്മനിന്ദയുമുള്ള മനുഷ്യർക്ക് പലപ്പോഴും തല നിവർത്തി നിൽക്കാൻ കഴിയാറില്ല. Humility is not self-pity. അവനവനെ കുറിച്ച് മതിപ്പില്ലാതിരിക്കുന്നതിനല്ല വിനയം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ സെൽഫ് പിറ്റി അല്ലെങ്കിൽ ആത്മനിന്ദയെയാണ് വിനയമായി തെറ്റിദ്ധരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനൊക്കെ ചിലപ്പം ചെല്ലാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങ് മടിച്ചു നിൽക്കും. അത് വിനയത്തിൽ നമ്മൾ PhD ഉള്ളതുകൊണ്ടല്ല. അവിടെ ചെന്ന എന്തിനാ? അത് സെൽഫ് പിറ്റിയാ, അത് വിനയമല്ല. ആത്മവിശ്വാസമില്ലായ്മയല്ല വിനയം. ആത്മാഭിമാനമില്ലായ്മയല്ല വിനയം. ആത്മനിന്ദയല്ല വിനയം. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് വിനയമുണ്ട്, പക്ഷേ അത് ആത്മനിന്ദയിൽ നിന്നുള്ള വിനയമാണ്. കാരണം അവർ അടിമകളായിരുന്നു 430 വർഷം. അതുകൊണ്ട് നിങ്ങളെ താഴ്ത്തുവാൻ ഞാൻ 40 കൊല്ലം മരുഭൂമിയിലൂടെ നടത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വളരെ സൂക്ഷ്മമായി വായിക്കണം. അല്ലാതെ തകർന്നിരിക്കുന്നവനെ ജീവിതത്തിൽ അടിമകളായി ആട്ടും തുപ്പുമേറ്റ് 430 കൊല്ലം ജീവിച്ച ജനത്തെ വീണ്ടും അടിച്ചു താഴ്ത്താനല്ല. ഇപ്പോഴുള്ള വിനയം മാറ്റി ഒരു പുതിയ സൈസ് വിനയം ഉണ്ടാവണം. ആത്മനിന്ദയുടെ സ്ഥാനത്ത് ആത്മാഭിമാനത്തിൽ നിന്ന് ഉള്ള വിനയമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അടിമയ്ക്ക് ചേർന്നതല്ല, മക്കൾക്ക് ചേർന്ന താഴ്മയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിലെ ഒരു അനുഗ്രഹീത എഴുത്തുകാരനാണ് M. മുകുന്ദൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഭാഷോ ബുക്സ് പ്രസിദ്ധീകരിച്ചാണ് കോഴിക്കോട്ട്. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് വലിയ രസമാണ്. ഓർമ്മകളിലേക്ക് മടങ്ങി വരുന്നവർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായ OV വിജയനെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. M. മുകുന്ദനും OV വിജയനും VKN ഒക്കെ MP നാരായണ പിള്ളയും ഒക്കെ ഡൽഹിയിൽ താമസിച്ചിരുന്ന കാലത്ത് അന്നത്തെ രാഷ്ട്രപതി ഒരു ഓണസദ്യക്ക് ഇവരെ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും പോകാൻ തീരുമാനിച്ചു. പക്ഷേ OV വിജയൻ മാത്രം പോകില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ വലിയ ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോകുന്നത് അദ്ദേഹത്തിന് നാണമാണ്. ഇന്ദ്രപ്രസ്ഥത്തെ വിറപ്പിച്ച കാർട്ടൂണിസ്റ്റാണ് മുകുന്ദൻ, OV വിജയൻ. പക്ഷേ രാഷ്ട്രപതിയോ അതുപോലെയുള്ള ആളുകളൊക്കെ ക്ഷണിച്ചാൽ അത്തരം ചടങ്ങിൽ പോകാൻ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നില്ല.
അത് വിനയം കൊണ്ടല്ല, ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ദൈവം തന്റെ ജനത്തെ താഴ്ത്തുകയാണ്. തകർന്നിരിക്കുന്നവനെ വീണ്ടും തകർക്കാനല്ല. ഇപ്പോൾ നിങ്ങൾക്കുള്ള വിനയം എന്നത് ഒരു തരം അപകർഷതാബോധമാണ്. 430 കൊല്ലം അടിമയായി കഴിഞ്ഞതിന്റെ ഒരു അടിമത്ത മനോഭാവമാണ് നിങ്ങളുടെ മനസ്സിൽ. ഫറവോന്റെ ഇഷ്ടകച്ചൂളകളിൽ ഈയാമ്പാറ്റകളെ പോലെ ചത്തുവീണ പൂർവികരുടെ മക്കളായതിന്റെ ഒരു ആത്മനിന്ദ പേറി ജീവിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ താഴ്ത്തുന്നത് ആത്മനിന്ദയിൽ ജീവിക്കാനല്ല, ആത്മാഭിമാനത്തോടെ ജീവിക്കാനാണ്. ഫ്രം സെൽഫ് പിറ്റി ടു സെൽഫ് എസ്റ്റീം. നമ്മൾ ദൈവമക്കളാണ്. ഒരു ദൈവ പൈതൽ എപ്പോഴും തല ഉയർത്തി ജീവിക്കണം. അല്ലാതെ പമ്മി 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 പോക്കറ്റടിക്കാരൻ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട കാര്യമില്ല. അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പമ്മി നിന്നാ മതി. ഈ പമ്മി നിൽക്കുന്നതാണ് വിനയമെന്ന് എങ്ങനെയോ നമ്മൾ ധരിച്ചു വശായിട്ടുണ്ട്. എന്നാൽ അത്തരം ഒരു അപകർഷതാബോധമല്ല, ആത്മാഭിമാനമില്ലായ്മയല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. അടിമയുടെ താഴ്മയല്ല, മക്കൾക്ക് ചേർന്ന താഴ്മയാണ്. അത് പരിശീലിപ്പിക്കാനും പഠിപ്പിക്കാനുമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? 40 കൊല്ലം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയത്. വീണ്ടും പറയുന്നു, എന്തിനാണ് ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നടത്തിയത്? 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിക്കാൻ. സോ ടു മേക്ക് യു ഹംബിൾ. ഒന്നാമത്തേത് താഴ്ത്താൻ. 2, നിങ്ങളെ പരീക്ഷിക്കാൻ. എന്ത്? നിങ്ങൾ അനുസരിക്കുമോ എന്ന്. ഒരടിമയ്ക്ക് അനുസരിച്ചു മാത്രമേ ശീലമുള്ളൂ. എന്നാൽ ദൈവം പ്രതീക്ഷിക്കുന്നത് അടിമയുടെ അനുസരണമല്ല, മക്കൾക്ക് ചേർന്ന അനുസരണമാണ്. 2 തരത്തിലുള്ള അനുസരണമുണ്ട്. ഒന്ന്, അടിമയുടെ അനുസരണമുണ്ട്. കാരണം അടിമയ്ക്ക് അതല്ലാതെ മറ്റു വഴിയില്ല. അടിമയെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കാനല്ലാതെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. എന്നാൽ മക്കൾക്ക് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നും അനുസരണം തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് ഈ എല്ലാ അനുസരണവും അനുസരണമല്ല, ദൈവത്തിന് പ്രസാദമുള്ള അനുസരണമാണെന്ന് ധരിക്കരുത്. അടിമകൾ യജമാനൻ പറയുന്നത് അനുസരിക്കാതല്ലാതെ അനുസരിക്കാതിരിക്കാൻ അവർക്കാവില്ല. എന്നാൽ മക്കൾ അപ്പനെ അനുസരിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്, ഭയത്തിൽ നിന്നല്ല. അടിമ യജമാനനെ അനുസരിക്കുന്നത് സ്നേഹത്തിൽ നിന്നല്ല, ഭയത്തിൽ നിന്നാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന അനുസരണം അടിമയുടെ അനുസരണമല്ല, അവനെ ആരാധിക്കുന്നവന് ചേർന്ന അനുസരണമാണ്. അതുകൊണ്ട് ഈ ഓരോ ഈ 3 കാര്യങ്ങൾ 2-ാം വാക്യത്തിൽ പറയുമ്പോഴും കൃത്യമായി മോശ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ വിനയം എന്നത് അടിമയുടെ വിനയമാവരുത്, അത് മക്കൾക്ക് ചേർന്ന വിനയമാവണം. 2, നിങ്ങളുടെ അനുസരണം എന്നത് അടിമയുടെ അനുസരണമല്ല, മക്കൾക്ക് ചേർന്ന അനുസരണമാവണം. അടിമത്വത്തിൽ നിന്നും മക്കൾ എന്ന പദവിയിലേക്കുള്ള മാറ്റമാണ് മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത നാട്ടിലോട്ടുള്ള മാറ്റത്തിലൂടെ സംഭവിക്കുന്നത്. 3-ാമത് പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയണം. എന്ന് പറഞ്ഞാൽ എന്നാ? ഒരാളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എപ്പോഴാണ് അറിയുന്നത്?
സ്നേഹമായിട്ടിരിക്കുമ്പോഴാണോ പിണങ്ങുമ്പോഴാണോ? വീട്ടിൽ അപ്പനും മക്കളും തമ്മിലോ ഭാര്യയും ഭർത്താവും തമ്മിലോ ഒക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. ഈ കവിതയും ശ്ലോകവും ചൊല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, എൻ്റെ ദൈവമേ, ഇവിടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഏതാ 1947 പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് ബസ് സ്റ്റാൻഡ്, മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ പറഞ്ഞ കാര്യം, അത് ഇത്രയും നേരം മനസ്സിൽ വെച്ചിരിക്കുമായിരുന്നു. ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ അത് അനുകൂല സാഹചര്യത്തിലല്ല, പ്രതികൂല സാഹചര്യത്തിലെ പുറത്തോട്ട് വരും. ഒരു കഥ പറയാം, കഥയല്ല, ഒരു സംഭവം. ഈ 2ാം ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറിന്റെ പട്ടാളത്തിൽ, അതായത് ജർമ്മൻ പട്ടാളത്തിൽ ധാരാളം ഇംഗ്ലീഷ് ചാരന്മാരുണ്ടായിരുന്നു. ഈ ചാരന്മാരെ കുറിച്ച് നമുക്കറിയാം. അവർ ചാരനാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ അവരെ തന്നെ വേഷപ്രച്ഛന്നമാക്കാമോ അതെല്ലാം അവർ ചെയ്യും. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ചാരന്മാർ ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ച് ജർമ്മൻകാരേക്കാൾ നന്നായി ജർമ്മനൊക്കെ സംസാരിച്ച് ഈ രഹസ്യങ്ങൾ ചോർത്തുന്നു എന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കി. അപ്പോൾ ഹിറ്റ്ലർ അവരോട് പറഞ്ഞു, തന്റെ വിശ്വസ്തരായ ചില സേനാ മേധാവികളെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പട്ടാളത്തിൽ ചില ചാരന്മാരുണ്ട്, പക്ഷെ അവരെ തിരിച്ചറിയാൻ ഒരു വഴിയില്ലല്ലോ. ഞാനൊരു ഉപായം പറയാം. നിങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് മാർച്ച് ചെയ്യുമ്പോൾ മുൻപിൽ പോകുന്ന പട്ടാളക്കാരന്റെ ഉപ്പൂറ്റിക്ക് ഒരു ചവിട്ട് കൊടുക്കണം. അവൻ ആദ്യം ജർമ്മൻ ഭാഷ പറയുമോ ഇംഗ്ലീഷ് പറയും. അവൻ ചാരനാണെങ്കിൽ ഇംഗ്ലീഷ് പറയും. കാരണം ചവിട്ട് കിട്ടുമ്പം അറിയാതെ പറഞ്ഞു. അതാണ് ശരിക്കുമുള്ള അന്യഭാഷ. പള്ളിയിൽ ഇരിക്കുമ്പോൾ പറയുന്നതല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പറയുമ്പോഴാണ് ശരിക്കും അന്നേരപ്പോഴാണ് അന്യഭാഷ തുടങ്ങുന്നത്. ഇവിടെ പറയാ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയണം. ദൈവമാരാ മോൻ. നമ്മുടെ വിചാരം നമുക്ക് ഭയങ്കര ബുദ്ധി എന്നാണ്. ദൈവത്തിന് കൃത്യമായ ഒരു വിശദീകരണമുണ്ട്. എന്തിനാണ് ഞാൻ 40 കൊല്ലം നിങ്ങളെ മരുഭൂമി നടത്തിയത്? So there is a purpose behind the wilderness. ഒന്ന്, to make you humble. എന്ത് തരം വിനയമാണ്? അടിമയുടെ വിനയമല്ല, അടിമയുടെ താഴ്മയല്ല, മക്കൾക്ക് ചേർന്ന താഴ്മ. 2, to test you. നിങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ്. അടിമയുടെ അനുസരണമല്ല, മക്കൾക്ക് ചേർന്ന അനുസരണം. 3, to know what is in your heart. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണ് എന്നറിയണം. വീണ്ടും നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ, എന്തിനാണ് നിങ്ങളെ മരുഭൂമിയിൽ 40 കൊല്ലം നടത്താൻ ദൈവം തീരുമാനിച്ചത്? അതിന്റെ വിശദീകരണം ദൈവം കൊടുക്കുകയാണ് മോശയിലൂടെ. എന്നിട്ട് പറയുന്നു, ഈ മരുഭൂമിയിൽ വെച്ച് ഞാൻ എന്താണ് ചെയ്തത്? അവിടെ പറയുന്ന ഒരു കാര്യം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അവിടെ പറയുന്നു, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ദൈവം എന്തിനാണ് ഈ 40 കൊല്ലം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തിയത്? നമുക്ക് ജീവിക്കാൻ അപ്പം മാത്രം പോരാ, അപ്പൻ വേണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ അടിമകളായിരുന്ന ഈ ജനത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ മനസ്സിൽ, അപ്പം അപ്പം അപ്പം. അപ്പൻ വേണ്ട, അവർക്ക് അപ്പം മതി. അപ്പം ശരണം.
എന്നാൽ ഈ ജനം ഒരു കാര്യം തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതായത് എന്താണത്? അപ്പമല്ല, അപ്പനാണ് പ്രധാനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ധൂർത്തപുത്രനെ കുറിച്ച്, മുടിയനായ പുത്രനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഒരു കഥയുണ്ട്, നിങ്ങൾക്കറിയാവുന്നത്. ഈ മകന്റെ പ്രത്യേകത, അവൻ അപ്പന്റെ കൂടെ താമസിക്കുന്നതിൽ വലിയ സന്തോഷമില്ല. അവൻ ആകെ വേണ്ടത് അപ്പമാണ്. അതുകൊണ്ട് അവൻ അപ്പത്തിന്റെ പുറകെ പോയി അപ്പനെ വിട്ടിട്ട് കുറെ കാലം കഴിഞ്ഞു. അപ്പം തിന്ന് അവസാനം പന്നിയുടെ ആണെങ്കിലും വേണ്ടില്ല, അത് മതി എന്നുള്ളൊരവസ്ഥയിലെത്തിയവൻ. അപ്പോൾ അവന് സുബോധം വന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അപ്പമല്ല വലുത്, അപ്പനാണ് വലുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു പരീക്ഷ നമുക്കുണ്ടാവാം. നമ്മൾ അപ്പത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരായി തീരുന്നുണ്ടോ? യേശു കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട് സാത്താൻ. നല്ല വട്ടയപ്പം പോലുള്ള, എനിക്ക് ആൽബിൻ 2 വട്ടയപ്പം കൊണ്ടുവച്ചു. നല്ല മയമായിരുന്നു. ഒരെണ്ണം ആൽബിൻ ഉദ്ദേശിച്ചത്, ഞാൻ 2 എണ്ണം തിന്നു. കാരണം നല്ല മയമുള്ളതാണ്. പറക്കരച്ചൻ വിചാരിച്ചു കാണും ഇയാൾ ഇതുവരെ വട്ടയപ്പം കാണാത്ത പോലുള്ള കഴിപ്പായിരുന്നു. ഭാഗ്യം 3 കഷണം കൊണ്ട് വെക്കാഞ്ഞെന്ന് ചിലപ്പോൾ അച്ഛൻ വിചാരിക്കും. നല്ല അപ്പം. ഞാനത് 2 എണ്ണവും കഴിച്ചു. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നല്ല വെള്ളയപ്പം പോലെ, നല്ല വട്ടയപ്പം പോലുള്ള കല്ല്. സാത്താൻ പറയാ, നിന്റെ മനസ്സിന്റെ ആഗ്രഹം പോലെ ഈ കല്ലങ്ങ് അപ്പമായാലോ എന്നങ്ങ് പറ. ഉടനെ കർത്താവ് പറഞ്ഞു, അതൊരു പരീക്ഷയാണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് കർത്താവ് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വെച്ച് ദൈവം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നു. അപ്പമല്ല, അപ്പനാണ് വലുത്. എന്നാൽ അപ്പനേക്കാൾ അപ്പത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കും. കാരണം ആകെ അപ്പം കിട്ടിയാൽ മതി. അതിനെ ആരെ വേണേലും അപ്പാന്ന് വിളിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പെരുമ്പാവൂരൊക്കെ ഇങ്ങനത്തെ പഴഞ്ചൊല്ലുണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഞാൻ തലപിടിക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പഴഞ്ചൊല്ലുണ്ട്. നിങ്ങൾ സ്റ്റാൻഡേർഡ് കൂടിയവരായതുകൊണ്ട് ചിലപ്പോൾ ഇതിവിടെ കാണത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയാം, അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കരുത്. അപ്പം മതിയെങ്കിൽ ആരെ അപ്പാന്ന് വിളിക്കാം. അപ്പം ശരണം എന്നതിൽ നിന്നും അപ്പൻ ശരണം എന്നതിലേക്ക് തൻ്റെ ജനം മാറണം. അടിമകളായിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ആകെ അപ്പം മതി. എന്നാൽ മക്കൾക്ക് വേണ്ടത് അപ്പമല്ല, അപ്പനാണ്. പഴയ നിയമത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. അബ്രഹാമിന്റെയും ലോത്തിന്റെയും സംഭവം. അവർക്കിടയിൽ തർക്കമുണ്ടായി. അവരുടെ വേലക്കാർ തമ്മിലാണ് തർക്കം തുടങ്ങിയത്. ഒരു ദിവസം അബ്രഹാമും ലോത്തും കൂടെ തീരുമാനിച്ചു, നമുക്ക് പിരിയാം. അബ്രഹാമാണ് പറയുന്നത്, നാം സഹോദരങ്ങളല്ലോ. അബ്രഹാമിനെയും ലോത്തിനെയും അവരൊരുമിച്ച് വന്നു. അവർ ഭാര്യമാരെ കൊണ്ടുപോയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് ചേട്ടനും അനിയനും കൂടിയാണ് വസ്തു വീതം വയ്ക്കാൻ. നല്ലൊരു മാതൃകയാണ് കേട്ടോ. വസ്തു വീതം വയ്ക്കുമ്പോൾ ആരെ കൊണ്ടുപോണ്ട? ചേട്ടനും അനിയനും മാത്രം മതി. അബ്രഹാം അങ്ങനെ ചെയ്തു കേട്ടോ. എന്നിട്ട് വസ്തു വീതം വയ്ക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു.
ഈ അബ്രഹാമും ലോത്തും. അപ്പൊ ലോത്തിനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അപ്പൊ ലോത്ത് ഭയങ്കര ബുദ്ധിമാനാണ്, അയാൾ MBA ഒക്കെ പഠിച്ച പെരുമ്പാവൂർ കോളേജിൽ നിന്ന്. അപ്പോൾ ലോത്ത് നോക്കിയപ്പം കൊള്ളാം, നല്ല വെള്ളമുള്ള സ്ഥലം, വളരെ ഫെർട്ടൈലാണ്, തല പൊക്കി നോക്കിയപ്പോൾ നീരോട്ടമുള്ള പ്രദേശം, അതുകൊണ്ട് കൊള്ളാവുന്ന സ്ഥലം അങ്ങെടുത്തു. അപ്പൊ അബ്രഹാം പറഞ്ഞു, നിനക്കത് മതിയോ? എനിക്കത് മതി. ആട്ടെ, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോക്കോളാം. രണ്ടുപേരും വസ്തുവൊക്കെ വീതം വെച്ച് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് വീട്ടിലോട്ട് പോയി. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്ന ഒരു രംഗമാണ്. സാറായിക്ക് വലിയ ടെൻഷനാണ്. ഇന്നും മിക്കവാറും അങ്ങേരെ ഒപ്പിച്ചു കാണും. ആര്? അനിയൻ. പക്ഷെ ലോത്തിന്റെ ഭാര്യ നമുക്കറിയാമല്ലോ, സോൾട്ട് മാംഗോ ട്രീ ആയ പുള്ളിക്കാരി. ലോത്തിന്റെ ഭാര്യയ്ക്ക് അറിയാം, ഞങ്ങളുടെ അച്ഛനെ പറ്റിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. മനസ്സിലായോ? കമന്ന് വീണ അവിടെ അടിച്ചുകൊണ്ട് പോകുന്ന അച്ഛനാ. ഞങ്ങളുടെ അച്ഛനെ ഒന്നും പറ്റിക്കുക. പക്ഷെ സാറയ്ക്ക് ആ ഉറപ്പില്ല. സാറയ്ക്ക് ടെൻഷനാണ്, അയ്യോ ഇന്നും ഇയാളെ പറ്റിച്ചു കാണും. ലോത്ത് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ദൂരെ നിന്നേ വരുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തില. അപ്പൊ ലോത്തിന്റെ ഭാര്യ ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ചായ? ഡൺ. ഡീൽ ഓർ നോ ഡീൽ? ഡീൽ. പണി പറ്റിച്ചു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്ത് പറഞ്ഞു, ഐ എം പ്രൗഡ് ഓഫ് യു. ഭയങ്കര സന്തോഷം. അന്ന് അവിടെ മട്ടൻ ബിരിയാണിയായിരുന്നു. സാറ നോക്കിയിരിക്കുക അബ്രഹാം വരുന്നതാണ്. പതിവ് പോലെ ഓർഡിനറി ബസ്സിനേക്കാൾ താമസിച്ചാണ് വരവ്. താമസിച്ചപ്പോഴേ മനസ്സിലായി ഇന്നും പറ്റിച്ച്. ദൂരെ നിന്ന് പതുക്കെ നടന്നു വരിക. ചോദിച്ചു, എന്തായി? അബ്രഹാം ഒന്നും പറഞ്ഞില്ല. ഒപ്പിച്ചോ? അവൻ കൊണ്ടുപോട്ടടി, അവനല്ലേ ആവശ്യം. സാറ മനസ്സിൽ പണി, എന്റെ ദൈവമേ, ഇതുപോലൊരു മണ്ണുണ്ണിയാണല്ലോ എനിക്ക് കിട്ടിയത്. ആ ലോത്തിനെ എങ്ങാനും എന്റെ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ. എന്റെ വിചാരം അന്ന് ഇഷ്ടം പോലെ സാറ കുഞ്ചൻ നമ്പ്യാരുടെ കവിത മുഴുവൻ ചൊല്ലി കേൾപ്പിച്ച് കാണണം മിക്കവാറും. വീണ പൂവാണോ ഏത് പൂവാണോന്ന് അറിഞ്ഞുകൂടാ, അന്ന് കുറെ കവിത ചൊല്ലിക്കാണും. അന്ന് അവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ വല്ലാത്ത ഒരവസ്ഥയാണ്. ലോത്ത് മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി. കാരണം ഇത് വെട്ടിപ്പിടിച്ച രാത്രിയാണ്. അബ്രഹാമും അന്ന് ഉറങ്ങി. സാറ ഒത്തിരി പുലഭ്യം പറഞ്ഞു. പക്ഷെ അബ്രഹാം ഉറങ്ങി. അത് വിട്ടുകൊടുത്ത രാത്രിയാണ്. വെട്ടിപ്പിടിച്ചതൊന്നും നിലനിൽക്കില്ല. നമുക്ക് തോന്നും നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന്. നമുക്ക് തോന്നും നമ്മുടെ സാമർഥ്യം കൊണ്ട് നമുക്ക് പലതും വെട്ടിപ്പിടിക്കാമെന്ന്. ലോത്ത് അതിസമർത്ഥനും അതിബുദ്ധിമാനുമാണ്. അവൻ വെട്ടിപ്പിടിച്ചു. അബ്രഹാം വെട്ടിപ്പിടിച്ചില്ല, വിട്ടുകൊടുത്തു. വിട്ടുകൊടുക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നും വെട്ടിപ്പിടിക്കുന്നവരാണ് മിടുക്കന്മാരാണെന്നും കരുതുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത്? അബ്രഹാമിന് അപ്പൻ ശരണം, ലോത്തിന് അപ്പം ശരണം. ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട അടുത്ത പാഠം ഇതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അപ്പനുണ്ടെങ്കിൽ അപ്പത്തിന് പഞ്ഞമില്ല. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. വെട്ടിപ്പിടിക്കുന്നതൊന്നും നിലനിൽക്കില്ല. വിട്ടുകൊടുക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയാണ്. മൂന്നാമത് ഒരു കാര്യം കൂടെ മോശ തന്റെ ജനത്തെ ദൈവത്തിന് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. മരുഭൂമിയിലൂടെ നിങ്ങൾ നടന്നപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ.
നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ചിലപ്പോൾ ഒത്തിരി സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു എന്ന് വരാം. ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവം തരുന്നത് ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. ഇറ്റ് ഈസ് നോട്ട് പണിഷ്മെന്റ് ബട്ട് ഡിസിപ്ലിൻ. ശിക്ഷയും ശിക്ഷണവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പോലീസുകാർ നമുക്ക് തരുന്നത് എന്തുവാ? നമ്മൾ മാസ്ക് വെക്കാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അമിത വേഗത്തിൽ പോകുമ്പോഴോ പോലീസുകാർ നമുക്ക് തരുന്ന സമ്മാനം അത് ശിക്ഷണമല്ല, അത് ശിക്ഷയാണ്. ദാറ്റ് ഈസ് പണിഷ്മെന്റ്. എന്നാൽ അപ്പൻ നമുക്ക് തരുന്നതോ അമ്മ നമുക്ക് തരുന്നതോ അത് ശിക്ഷണമാണ്. ദൈവം എന്ത് തന്നാലും അത് ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. ഒരപ്പൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ പോലീസുകാരും നമ്മളെ തല്ലിയെന്ന് വരാം, അപ്പനും നമ്മെ തല്ലിയെന്ന് വരാം. പക്ഷെ രണ്ടുപേരും തല്ലുമ്പോൾ വേദനിച്ചെന്നും വരാം. പക്ഷേ രണ്ടുപേരും തല്ലുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളാവുള്ളൂ. ശിക്ഷയും ശിക്ഷണവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. ദൈവം എന്താ നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ ദൈവം തരുന്നതൊന്നും ശിക്ഷയല്ല, അതൊക്കെ ശിക്ഷണമാണ്. അതുകൊണ്ടാണ് കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച ഒരു പാട്ടുണ്ട്, ദോഷങ്ങളാൽ ഒന്നും ദോഷമായിട്ടൊന്നും അവൻ ചെയ്യില്ല. കാരണം നമുക്ക് ദോഷം വരണം എന്ന ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ദൈവം തരുന്ന ഒരു സങ്കടത്തിന്റെ പിന്നിലും ഇല്ല. ദോഷം വരാനല്ല, കൂടുതൽ വലിയ ദോഷങ്ങൾ വരാതിരിക്കാനാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും, ദൈവം എന്താ നമുക്ക് നന്മയൊന്നും തരാത്തെ, നമ്മൾ കുറെ കാലമായിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും തരുന്നില്ലല്ലോ. ഈ ദൈവം ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ പിന്നെ വലിയ ബലം പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ പിടിച്ചു വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊന്നും ശരിയാവത്തില്ല. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ദൈവം പലവട്ടം പറഞ്ഞ രാജാവ് വേണ്ട, പറ്റത്തില്ല, തന്നേ പറ്റൂ. പിടിവാശിയ. ദൈവം ചില കാര്യങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഉപവാസ പ്രാർത്ഥന നടത്തി ബലപ്രയോഗം നടത്തരുത്. വേണ്ട. എന്നാൽ അത് തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ? നമുക്ക് നല്ലത് എന്താണെന്ന് ദൈവത്തെക്കാൾ നമുക്കാണ് അറിയാവുന്നതെന്നാണ് നമ്മുടെ ധാരണ. കാരണം പുള്ളിക്ക് പഴയ ആളല്ലേ, അത്രയൊന്നും ബുദ്ധിയില്ല. നമുക്കെന്താണ് നല്ലതെന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നത് ദൈവത്തിനാണ്. എനിക്കൊരു കുടുംബത്തെ അറിയാം. അവർക്ക് മക്കളില്ല. കുറെ പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. പക്ഷെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വാങ്ങിച്ചേ അടങ്ങും. ആ പഞ്ചായത്തിലുള്ള മുഴുവൻ പ്രാർത്ഥനയ്ക്കും പോകും. കാരണം മക്കളെ കിട്ടുന്നിടം വരെ ഏത് സഭയിൽ പോയാലും ശരി മക്കളെ കിട്ടണം. എങ്ങനെ ആയാലും എന്തുകൊണ്ടോ ദൈവം ഒരു പൈതലിനെ കൊടുത്തു. ഒരു 10-16 വയസ്സായപ്പോ ആ പ്രദേശത്തെ ഏറ്റവും വലിയ ആഭാസനായിട്ട് ആ പയ്യൻ മാറി. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇതിലും ഭേദം ഈ ചെറുക്കൻ ഇല്ലാതിരിക്കുന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിന് പണ്ടേ അറിയാവുന്നതുകൊണ്ടാ വേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ വിചാരം ദൈവം മക്കളെ തരാതിരിക്കുന്നത്
ജോലി തരാതിരിക്കുന്നതൊക്കെ നമ്മളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ നമ്മളങ്ങ് നന്നായി പോകുമെന്നുള്ള അസൂയ അങ്ങനെയല്ല. നമുക്കെന്താണ് നല്ലതെന്ന് നമ്മളെക്കാൾ നന്നായി ദൈവത്തിനറിയാം. കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും ഒരു വിശ്വാസം നമുക്ക് ദൈവത്തെക്കുറിച്ച് വേണം. അതുണ്ടെങ്കിൽ തമ്പുരാൻ എന്ത് തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും. കാരണം എനിക്ക് എന്താണ് നല്ലതെന്ന് എന്നേക്കാൾ നന്നായി ദൈവത്തിനറിയാം. ദൈവം തരുന്ന ഒരു സങ്കടങ്ങളും ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. മോവാബ് സമതലത്തിൽ വെച്ച് വാഗ്ദത്ത നാട്ടിലോട്ട് പ്രവേശിക്കാൻ പോകുന്ന ജനത്തോട് മോശ ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് മോശ തന്റെ ജനത്തോട് പറയുന്നത്? അതിന്റെ 1-ാം ഭാഗത്ത് നമ്മൾ കണ്ടത്, എന്തിനാണ് 1 കൊല്ലം കൊണ്ട് നടക്കാവുന്ന ദൂരം 40 കൊല്ലം കൊണ്ട് തീർക്കാൻ ദൈവം തീരുമാനിച്ചത്? To make you humble, to test you and to know what is in your heart. നിങ്ങൾക്ക് താഴ്മയുണ്ടാവണം. അടിമയുടെ താഴ്മയല്ല, ആത്മനിന്ദയല്ല, ആത്മാഭിമാനം. ഫ്രം സെൽഫ് പിറ്റി ടു സെൽഫ് എസ്റ്റീം. 2, നിങ്ങൾക്ക് അനുസരണം ഉണ്ടാവണം. അത് അടിമയുടെ അനുസരണമല്ല, മക്കൾക്ക് ചേർന്ന അനുസരണം, ആരാധിക്കുന്നവന്റെ അനുസരണം. 3, ഹൃദയത്തിലുള്ളത് എന്താണ് എന്ന് ദൈവത്തിനറിയണം. 2-ാം ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത്, എന്താണ് ദൈവം മരുഭൂമിയിൽ വെച്ച് തൻ്റെ ജനത്തെ പഠിപ്പിച്ചത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അപ്പം ശരണം എന്ന അവസ്ഥയിൽ നിന്നും അപ്പൻ ശരണം എന്ന അവസ്ഥയിലേക്ക് ദൈവം നമുക്ക് തരുന്ന എല്ലാ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നിന്നും ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. വെട്ടിപ്പിടിക്കുന്നതൊന്നും നിലനിൽക്കില്ല. അബ്രഹാം വിട്ടുകൊടുത്തു, ലോത്ത് വെട്ടിപ്പിടിച്ചു. ലോത്തിന് അപ്പം ശരണം, അബ്രഹാമിന് അപ്പൻ ശരണം. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? വെട്ടിപ്പിടിച്ചവനല്ല, വിട്ടുകൊടുത്തവൻ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? അപ്പം ശരണമാക്കിയതല്ല, അപ്പനെ ശരണമാക്കിയവരാ. ഏറ്റവും അവസാനം പറയുകയാണ്, ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ 40 കൊല്ലം നടത്തി. എങ്ങനെയാ നടത്തിയെന്നറിയാമോ? ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ. There is a heap of difference between punishment and disciplining. മാതാപിതാക്കൾ ചെയ്യുന്നത് ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. ദൈവമാണ് ഏറ്റവും വലിയ അപ്പൻ. ദൈവമാണ് നമ്മുടെ അപ്പൻ. അവൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും വേദനകളും അതിനെ ശിക്ഷയായിട്ടല്ല കാണേണ്ടത്, അതിനെ ശിക്ഷണമായിട്ടാണ് കാണുന്നത്. ഞാൻ എന്തിനാണ് നിങ്ങളെ നടത്തിയത്? ഞാൻ നിങ്ങളെ ശിക്ഷിച്ച് കൊല്ലാനല്ല, ശിക്ഷിച്ച് വളർത്തുകയത്രേ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ പലതരത്തിലുള്ള മരുഭൂമിയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിനൊരു ഉദ്ദേശ്യമുണ്ട്. ഇസ്രായേൽ ജനത്തെ 40 കൊല്ലം നടത്തിയതിൻ്റെ ഉദ്ദേശ്യം തൻ്റെ ജനത്തോട് ദൈവത്തിന് വേണ്ടി മോശ വിശദീകരിക്കുക. ഈ വിശദീകരണങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. നമ്മുടെ സഭാജീവിതത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. ദൈവം തരുന്ന അനുഭവങ്ങളെ ശിക്ഷയായിട്ടല്ല, ശിക്ഷണമായിട്ട് നമുക്ക് സ്വീകരിക്കാം. അവൻ നമ്മെ ശിക്ഷിക്കുന്നത് കൊല്ലാനല്ല, അവൻ നമ്മെ ശിക്ഷിക്കുന്നത് വളർത്താനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമായി, ദൈവത്തിന് പ്രസാദമുള്ളവരായി അവൻ്റെ ഹിതം അനുസരിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടുകൂടെ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടതിൽ എനിക്ക് നിങ്ങളോടുള്ള കടപ്പാടും ആദരവും ഞാൻ അറിയിക്കുകയും പ്രിയപ്പെട്ട പറയക്കര അച്ഛനോടും അഭിവന്യ തിരുമേനിയോടും എനിക്കുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവനാമത്തിന്